ഉന്നതകുലജാതൻ്റെ ഒരു ഫ്രഷ് പുച്ഛ വീഡിയോ എത്തിയിട്ടുണ്ട്, കാണേണ്ടതാണ്. തീർത്തും സാധാരണക്കാരനും അതോടൊപ്പം ഉന്നതകുലജാതൻ ഗോപിയുടെ അച്ഛൻ്റെ പ്രായം വരും. അയാൾ കാല് തൊട്ട് തൊഴാൻ വരുമ്പോൾ അതിനോടുള്ള ഒരു ശരീരഭാഷയും മുഖഭാവവും, അയാൾ അത് ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറയാതെ തമ്പ്രാനെപ്പോലെ നിന്നു കൊടുക്കുന്ന ആ രീതിയൊന്ന് കണ്ടേ. കണ്ടല്ലോ, ഇത് ഏതെങ്കിലും സ്ത്രീകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ കെട്ടിപ്പിടിച്ച് മണമങ്ങ് വലിച്ചെടുത്തേനെ. പിന്നോക്കക്കാരനാണ്, തീർത്തും സാധാരണക്കാരനാണ്, ദരിദ്രനാണ്. ആ കാലിത്തൊട്ട് തൊഴുത വ്യക്തിയെ കണ്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മ. അങ്ങനെയുള്ളവർ തമ്പ്രാൻ്റെ അടുത്ത് നേരിട്ട് വന്നാൽ ഒന്ന് സ്പർശിച്ചാൽ പോയില്ലേ അശുദ്ധി, അശ്രീകരം. അതാണ് ആ മനോഭാവത്തിൽ നിന്ന് തെളിയുന്നത്. കേന്ദ്രമന്ത്രിയാണ് പോലും. ഇങ്ങനെയുള്ളൊരു മന്ത്രിയാണ് കേരളത്തിലെ സംഘികളും ചില വിശ്വാസികളൊക്കെ സ്വപ്നം കാണുന്നത്. സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരോടുള്ള മനോഭാവം എന്താണെന്ന് ആ ദൃശ്യം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്, തുറന്നു കാട്ടുന്നുണ്ട്. ആ മനുഷ്യൻ എന്തിനാണ് സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് തൊഴാൻ പോയതെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ആ കാലിത്തൊട്ട് തൊഴുതിട്ട് എന്ത് അനുഗ്രഹമാണ് ആ പ്രായമേറിയ വ്യക്തിക്ക് കിട്ടേണ്ടതെന്നും അറിയില്ല. പക്ഷേ വിശ്വാസത്തിലൂടെ പഠിപ്പിച്ചിരിക്കുന്ന ചില കാപട്യങ്ങൾ ഒരു ക്വാളിറ്റിയുമില്ലാത്ത വ്യക്തികളുടെ കാലിൽ പോയി തൊടുകയാണ്. അതുകൊണ്ട് എന്ത് നേട്ടം? സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുള്ള വ്യക്തിയാണോ ഉന്നത കുലജാതൻ? പണവും പ്രശസ്തിയുമുണ്ട്, അതുണ്ടെങ്കിൽ ഇതുപോലെ ബഹുമാനിക്കേണ്ട ആളാണോ? ആ ബഹുമാനമൊക്കെ വല്ലാതെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. നേരത്തെ നമ്മളൊരു ദൃശ്യം കണ്ടിട്ടില്ലേ, വിഷു കൈനീട്ടം എന്ന പേരിൽ തമ്പ്രാൻ കാല് പുറത്തേക്ക് വെച്ച് പാവപ്പെട്ട സ്ത്രീകൾക്ക് 1 രൂപ കൊടുത്ത്, കേവലം 1 രൂപയുടെ നാണയത്തൊട്ട് കൊടുത്ത് സ്വന്തം കാലിൽ തൊടിയിച്ച് അത് ആസ്വദിച്ച അതേ തമ്പ്രാൻ മനോഭാവത്തിന് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല എന്ന് തെളിയിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ രാജ്യത്തിൽ അങ്ങനെ കാലിൽ തൊടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അച്ഛൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രായമുള്ള വ്യക്തിയാണ് എന്തിനെൻ്റെ കാലിൽ തൊടുന്നു എന്നും ജോലി ചോദിക്കാതെ, അതിനെ തടയാതെ തൊഴുതുകൊണ്ട് നിന്നതിന് ശേഷം ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ഇറക്കുന്ന പുച്ഛത്തിലുണ്ട് ഒരാളുടെ മനോഭാവം. കണ്ടിട്ടും മനസ്സിലാകാത്തവർ കൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയേണ്ടതുള്ളൂ. ഇതിനൊക്കെയാണല്ലോ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ നാടിന് സഹിക്കേണ്ടി വരുന്നത് എന്നോർത്ത് ലജ്ജിക്കുക മാത്രമേ സാധ്യമാകുന്നുള്ളൂ.